CPIM-ലെ ഉൾപാർട്ടി പോര് ശക്തമായിരിക്കാൻ എന്ത് ചെയ്യണമെന്ന ആലോചനയിൽ ശക്തമാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന ആലോചനയിൽ പിണറായി വിജയനും MP ഗോവിന്ദനും ഒപ്പമുള്ളവർ. അച്ചടക്കം പാലിച്ച് നേതാക്കളെ കേട്ട് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ നടത്താനാണ് ആലോചന. തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമേറ്റതിന് പിന്നാലെ ബ്രാഞ്ച് മുതലുള്ള പാർട്ടി ഘടകങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ പശ്ചാത്തലത്തിൽ പഴയതുപോലെ എല്ലാ കാര്യങ്ങളെന്നുള്ള തിരിച്ചറിവ് ഔദ്യോഗിക പക്ഷത്തിനുണ്ട്. അതേസമയം വിഴിഞ്ഞം അഴിമതി ആരോപണത്തിലും ദിവ്യ SIയുടെ സ്ഥലം മാറ്റത്തിലും മുൻ നിലപാട് നേതൃത്വം ആവർത്തിച്ചേക്കില്ല. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. റഹീസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വിഴിഞ്ഞം ദിവ്യ SI വിഷയങ്ങളൊക്കെ മറയാക്കിക്കൊണ്ട് ഈ KK രാഗേഷിനെതിരായി പറയുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കിക്കൊണ്ട് MP ഗോവിന്ദനെയും പിണറായി വിജയനെയുമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. പഴയ കരുത്ത് ഇപ്പോൾ ഗോവിന്ദനും പിണറായിക്കുമില്ല. അതിശക്തമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു അഭിപ്രായ ഭിന്നത പുറത്തു വരുന്നത്. അതും എല്ലാ കാലത്തും പിണറായിയോട് ഒപ്പം ചേർന്ന് നിന്ന IP ജയരാജനും ശൈലജയും PK ശ്രീമതിയും എല്ലാം തുറന്നു തന്നെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ളതാണ് പിണറായി ക്യാമ്പ് മനസ്സിലാക്കുന്നത്. അവരുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും റൈസ്? ഷിഹാസ്, ഗുഡ് മോർണിംഗ്. മുമ്പൊക്കെ ഈ തരത്തിലൊരു വിമതസ്വരം പാർട്ടിക്കകത്ത് നിന്ന് ഉയരുന്ന സമയത്ത് ഒരു അച്ചടക്കത്തിൻ്റെ വാളോങ്ങി അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആയിരുന്നു ഔദ്യോഗിക വിഭാഗം അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രബലർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു നീക്കം നടത്തുന്നത് വിജയിക്കില്ല എന്ന വിലയിരുത്തലാണ് ആ ക്യാമ്പുള്ളത്. കാരണം തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടു എന്ന് മാത്രമല്ല, അതിനുശേഷം ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് വരെയുള്ള ഒരു പരിധിവരെ പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ചർച്ചകളിൽ പിണറായി വിജയനെയും MP ഗോവിന്ദനെയും ലക്ഷ്യമിട്ടായിരുന്നു എല്ലാ ആക്രമണങ്ങളും ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എതിർ ശബ്ദം ഉയർത്തുന്നവരെ കഴിഞ്ഞ P ജയരാജനൊക്കെ നമ്മുടെ മുമ്പിൽ P ജയരാജനൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ടുണ്ട്. എന്താണ് നേതൃത്വത്തെ ചോദ്യം ചെയ്ത P ജയരാജനൊക്കെ സംഭവിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. ആ രീതിയിലേക്ക് പോകാതെ നിലവിൽ എതിർശബ്ദമുയർത്തുന്ന ആളുകളെ പ്രകോപിപ്പിക്കാതെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് അവർ നടത്തുന്നത്. അതിനകത്ത് നേരത്തെ ഷിഹാസ് പറഞ്ഞതുപോലെ KK രാഗേഷ് ഉയർത്തുന്ന ദിവ്യ SIയുടെ വിഷയത്തിന് എതിർ നിലപാട് എടുത്തുകൊണ്ടും വിഴിഞ്ഞം അഴിമതി ആരോപണത്തിനെതിരായ നിലപാട് EP ജയരാജൻ എടുത്തൊക്കെ രംഗത്ത് വരുന്നത് ലക്ഷ്യം വിഴിഞ്ഞമല്ല, പകരം പാർട്ടി അടുത്തിടെ കുറച്ചു കാലം കഴിയുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോൾ സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് കടക്കും. അതിന് മുമ്പായി പലതരത്തിലുള്ള സമ്മേളനങ്ങൾ, പാർട്ടിക്കകത്ത് പല തിരുത്തൽ നടപടികൾ ഉണ്ടാകും. അടുത്ത മാസമാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റി വിശാലമായി തെരഞ്ഞെടുപ്പ് തോൽവിയും മറ്റും ചർച്ച ചെയ്യാൻ കൂടുന്നുണ്ട്. ഇതൊക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു കൂട്ടായ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഒരു കോണിൽ നിന്ന് ഉയരുന്നത് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിണറായി വിജയനെയും MP ഗോവിന്ദനെയും അനുകൂലിക്കുന്ന നേതാക്കൾ ഇപ്പോഴുള്ളത്. ശരി റൈസ്, അപ്പോൾ അതിശക്തമായ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അത് നേതൃമാറ്റത്തിനും ഒപ്പം തിരുത്തലിനുമൊക്കെ കാരണമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട.